ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കളങ്കാവൽ എന്ന മൂവിയുടെ സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാ തുടങ്ങിയാലോ? മൂവിയുടെ തുടക്കത്തിൽ ഒരാൾ തൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പമിരുന്ന് TV കാണുകയാണ്. അപ്പോഴാണ് അയാൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം അയാൾ ഭാര്യയോട് പറയുകയാണ്, ഓഫീസിൽ നിന്നുമാണ് കോൾ വന്നത്, അത്യാവശ്യമായി എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. അതും പറഞ്ഞ് അയാൾ നേരെ പോകുന്നത് അയാളുടെ കാമുകിയുടെ അടുത്തേക്കാണ്. വീട്ടിൽ നിന്നും അയാളുടെ കാമുകി ദീപ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അതിനുശേഷമാണ് ദീപ ഇയാളെ പരിചയപ്പെടുന്നത്. അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതും. ഇവരുടെ സംസാരത്തിനിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ദീപ ഇയാളോടൊപ്പം ഒളിച്ചോടാൻ പോകുന്നു, വീട്ടിൽ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് പോന്നേക്കുന്നത് എന്ന്. ഇവർ നേരത്തെ ഇങ്ങനൊരു ഒളിച്ചോട്ടം പ്ലാൻ ചെയ്തതാണ് കേട്ടോ. എന്നാൽ ഇവർ പ്ലാൻ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി മുമ്പേ ദീപ ഇറങ്ങി വന്നു. അതുകൊണ്ട് തന്നെ അവർ ലോഡ്ജിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാളുടെ വൈഫിനെ അയാൾക്ക് ഡൈവേഴ്സ് ചെയ്യണമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഈ യാത്രയിൽ അവർ സംസാരിക്കുന്നുമുണ്ട്. ലോഡ്ജിൽ എത്തിയതിനു ശേഷം കുറച്ചു സമയം സംസാരിച്ചു ശേഷം ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം വീണ്ടും അവർ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ന്യൂസിൽ സ്വത്തിനെ പറ്റിയൊക്കെ വന്ന വാർത്ത കണ്ടപ്പോൾ ദീപ അയാളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ കഴിയുമോ എന്നൊക്കെ. അപ്പോൾ ഇയാൾ പറയുകയാണ്, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചിലർക്ക് ചിലരെ കൊല്ലേണ്ടി വരും, ചിലവർ ചില സുഖത്തിനു വേണ്ടിയാണ് കൊലപാതകം ചെയ്യുന്നത് എന്നൊക്കെ. അത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു, അങ്ങനെയൊക്കെ ആർക്കെങ്കിലും സാധിക്കുമോ? അതിനെന്താ സാധിക്കാതിരിക്കാൻ, ഞാനും ചെയ്യുമല്ലോ. അത് കേട്ടപ്പോൾ ദീപ ചിരിച്ചു. പിന്നെ അത് വല്ല മൃഗങ്ങളെ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിലും നീയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഞാനും ഭാര്യയും കുട്ടികളും അടങ്ങിയ സന്തോഷമായ ജീവിതം, അതിനിടയിലേക്കാണ് നീ കയറി വന്നത്. അതും പറഞ്ഞ് തമാശ രൂപേണ ദീപയുടെ കഴുത്തിലേക്ക് അയാൾ ഷാളിടുന്നു. ഷാള് മെല്ലെ ഇട്ടെങ്കിലും ശേഷം അയാൾ ആ ഷാളിൻ്റെ കുരുക്ക് മുറുക്കുകയാണ്. അവൾ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം അവളുടെ ബോഡി അയാൾ സൂട്ട് കേസിലേക്ക് വെച്ച് ലോഡ്ജിൽ നിന്നും ഇറങ്ങുന്നു. ഇയാൾ ആരാണെന്നോ അയാളുടെ പേര് എന്താണെന്നോ ഒക്കെ നമുക്ക് പിന്നീടാണ് അറിയാൻ കഴിയുന്നത്. ആ സീൻ അവിടം കൊണ്ട് കട്ടാവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ പശ്ചാത്തലമാണ്. കോട്ടായിക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ലഹള നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന പ്രശ്നം അവിടുത്തെ പോലീസുകാരനായ ബാബു ഈ ജയകൃഷ്ണനോട് വിവരിച്ചു കൊടുക്കുന്നു. മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്ന വിമലിൻ്റെ സഹോദരി വിമല യൂസഫ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. 6 മാസം മുമ്പാണ് ഇങ്ങനൊരു ഒളിച്ചോട്ടം നടന്നത്. യൂസഫ് സ്ത്രീ വിഷയത്തിൽ കുറച്ച് തൽപരനായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇവർ ഒളിച്ചോടി എന്നുള്ള കാര്യം നാട്ടുകാർ തന്നെ പറഞ്ഞു പരത്തിയതാണ്. അങ്ങനെ ഒരു ഒളിച്ചോട്ടം നടന്നിട്ടില്ലെന്നാണ് പോലീസുകാരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ആ കുട്ടി വിമല ഇപ്പോഴും മിസ്സിങ്ങുമാണ്. സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മിലിറ്ററിയിൽ നിന്നും യൂസഫിൻ്റെ വീട്ടിൽ പോയി പ്രശ്നങ്ങളുണ്ടാക്കി. എന്നാൽ ഈ സമയത്ത് യൂസഫ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. യൂസഫ് വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞ് അറിഞ്ഞു വിമൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. അങ്ങനെ ഈ വിമലും യൂസഫും തമ്മിലുള്ള പ്രശ്നം 2 സമുദായക്കാർ തമ്മിലുള്ള പ്രശ്നമാവുകയും അത് വലുതാകുകയും അങ്ങനെയാണ് വലിയൊരു ലഹള ഉണ്ടായതെന്നും ജയകൃഷ്ണൻ മനസ്സിലാക്കുന്നു. ഈ 2 കൂട്ടരോടും ജയകൃഷ്ണൻ സംസാരിക്കുന്നുമുണ്ട്. തനിക്ക് കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാത്തത് നാട്ടുകാർ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങിയിരുന്നു. നാട്ടുകാരുടെ ചോദ്യം സഹിക്കാൻ വയ്യാതെയാണ് വിമൽ ആർമിയിൽ പോയതും. കല്യാണമൊന്നും നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ട് അവൾ യൂസഫിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നും ആൾക്കാർ പറഞ്ഞു പരത്തി എന്നൊക്കെ ഈ വിമൽ ഈ ജയകൃഷ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ ജയകൃഷ്ണൻ ചോദിക്കുകയാണ്, നിനക്കെന്താ ഇത്ര ഉറപ്പ് അവൾ യൂസഫിൻ്റെ കൂടെയാണ് പോയതെന്ന്. അതിന് മറുപടിയായിട്ട് വിമൽ പറയുകയാണ്, അവൾ എഴുതി വെച്ചിട്ട് പോയ കത്തിൽ ഒരു മുസ്ലിം പയ്യൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ അവളെ തിരക്കിയപ്പോൾ വിമല എവിടെന്ന് ആർക്കും അറിയില്ല. ആദ്യം ഒളിച്ചോട്ടം എന്ന് പോലീസ് വിചാരിച്ചതിനാൽ പോലീസുകാരും ഒളിച്ചോട്ടമല്ലേ, അതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ടൊന്നും അന്വേഷിച്ചതുമില്ല. ഫോൺ റെക്കോർഡ്സ് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, വിമലയെ ഇവിടുന്ന് കാണാതാകുന്നതിന് മുമ്പ് അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിലെ ആറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പയ്യനായിരുന്നെന്ന്. എന്നാൽ അവൾ പോയതിനു ശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫോൺ സ്വിച്ച് ഓൺ ആകുന്നത്. എന്തായാലും ഇവൾക്ക് ബന്ധമുണ്ടായിരുന്നത് യൂസഫിൻ്റെ കൂടെയല്ല. പോലീസുകാർ തമിഴ്നാട്ടിലുള്ള ഈ പയ്യനെ അന്വേഷിച്ചു പോയി. അതേസമയം തന്നെ ഈ വിമല ഈ പയ്യൻ്റെ അഡ്രസ്സ് സംഘടിപ്പിക്കുന്നു. വിമല പോലീസുകാർക്ക് മുമ്പ് തന്നെ ഈ തമിഴ്നാട്ടിൽ ഈ പയ്യനെ തേടിയെത്തുന്നു. ഇത് തമിഴ്നാട്ടിലുള്ള സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുടെ അഡ്രസ്സായിരുന്നു. വിമലും കൂട്ടരും അവിടെ എത്തി സ്റ്റീഫൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ പെങ്ങൾ എന്തി എന്ന് സ്റ്റീഫനോട് വിമൽ ചോദിക്കുന്നു. അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന്. നിങ്ങൾ ചോദിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് വിമലിന് സ്റ്റീഫന് മനസ്സിലായില്ല. അതുപോലെ തന്നെ വിമലിൻ്റെ പെങ്ങൾ വിമലയെയും സ്റ്റീഫൻ അറിയില്ല. സ്റ്റീഫൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അവർക്ക് ദേഷ്യം വന്നു. ഇവർ സ്റ്റീഫനെ നന്നായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. പോലീസുകാർ സ്റ്റീഫനെ അന്വേഷിച്ച് അവിടെ എത്തുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, കുറച്ചു മുമ്പ് കുറേ ആൾക്കാർ വന്ന് സ്റ്റീഫനെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടിരുന്നു, ഇന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് തോന്നുന്നു എന്ന്. അങ്ങനെ അതന്വേഷിച്ച് പോലീസുകാർ ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഈ വിമലും കൂട്ടരും സ്റ്റീഫനെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞിരുന്നു. അവിടെ നിന്നും അവർക്ക് മനസ്സിലാകുന്നത് അവർ നേരെ സ്റ്റീഫൻ്റെ ശരീരം മൊത്തം അവശനിലയിലായിരുന്നു സ്റ്റീഫനെ ഇവർ കണ്ടെത്തിയത്. ഇവർ അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്കാണ് സ്റ്റീഫനെ കൊണ്ടുപോകുന്നത്. പോലീസുകാർ ചോദിച്ചപ്പോഴും സ്റ്റീഫന് ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, വിമലയെ തനിക്കറിയില്ലെന്ന്. പിന്നെങ്ങനെ ഇവൻ്റെ ഫോണിൽ നിന്നും വിമലയുടെ കോളിലേക്ക് ഫോൺ പോയി എന്നത് പോലീസുകാർക്ക് സംശയമായി. അവർ വീണ്ടും ചോദിക്കുകയാണ്. മറുപടിയായിട്ട് സ്റ്റീഫൻ പറയുന്നു, അവൻ്റെ ആണെന്നും പറഞ്ഞ് അവർ കാണിച്ച നമ്പർ അവൻ്റെ കസിൻ സിസ്റ്റർ സെൽവിയുടേതാണെന്ന്. സിം എടുത്തത് സ്റ്റീഫൻ്റെ പേരിലാണ്, പക്ഷേ ഇത് ഉപയോഗിച്ചിരുന്നത് സെൽവിയാണെന്നും ആ പെൺകുട്ടി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അത് കേട്ടപ്പോൾ ജയകൃഷ്ണൻ ഞെട്ടിപ്പോയി. അതായത് ഈ സ്റ്റീഫൻ പറയുന്ന സെൽവിയും 8-10 മാസങ്ങൾക്ക് മുമ്പ് മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. പിന്നീട് സെൽവിയെക്കുറിച്ച് ഇവർക്കാർക്കും ഒരു വിവരവുമില്ല. ഏതോ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നും അതിനുശേഷം അവളെപ്പറ്റി ഒരു വിവരവുമില്ലെന്നും സെൽവിയുടെ മിസ്സിംഗ് കേസിനെ പറ്റി അവിടെ പോലീസുകാരുമായി അന്വേഷിക്കുമ്പോൾ അവർക്ക് അറിയാനിടയായി, സെൽവിയും സമാനമായ രീതിയിൽ കത്തെഴുതി വെച്ചിട്ടാണ് പോയത് എന്ന്. ഒളിച്ചോടിയ ശേഷം സെൽവിയുടെ ഫോണും ഓഫ് ആയിരുന്നു. അവളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന അവളുടെ കാമുകൻ്റെ ഫോണും ഓഫായിരുന്നു. അങ്ങനെ സെൽവിയുടെ കാമുകൻ്റെ ഫോൺ നമ്പർ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയകൃഷ്ണൻ സംഘടിപ്പിക്കുന്നു. അതൊരു കേരള നമ്പർ ആയിരുന്നു. ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അത് സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു. അങ്ങനെ അവർ സിന്ധുവിൻ്റെ വീട് തേടി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സിന്ധു 1 വർഷം മുമ്പ് ഒളിച്ചോടി എന്നാണ് ഇവർക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് അവർ സിന്ധുവിനെ കൊണ്ടുപോയ ആളുടെ നമ്പർ ട്രേസ് ചെയ്തു പോയി. അത് ചെന്നത് ഷഫാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഷഫാനയും ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്നാണ് ഷഫാനയുടെ കാമുകൻ്റെ നമ്പർ എടുക്കുമ്പോൾ അത് ബബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതാണെന്നും ബബിതയുടെ കാമുകൻ്റെ നമ്പർ എടുക്കുമ്പോൾ അത് രാഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരുള്ളത്. അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരുന്നു. അതായത് ഓരോരുത്തരും ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കാമുകന്മാരുടെ നമ്പർ എടുക്കുമ്പോൾ അടുത്ത ഒരു പെൺകുട്ടിയുടെ നമ്പറാണ് വരുന്നത്. അതും ഓരോ സ്ഥലത്തു നിന്നും ഒളിച്ചോടിപ്പോയ പെൺകുട്ടികളേതേത്. ഇങ്ങനെ ഒളിച്ചോടങ്ങൾ പോലീസുകാർ അത്ര കാര്യമാക്കി എടുത്തതുമില്ല. പിന്നെ പല പെൺകുട്ടികളുടെയും വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ ഓരോ ലെറ്റേഴ്സ് വരും. ജീവിതം സന്തോഷകരമായി പോകുന്നു, വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നൊക്കെ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തും എന്നൊക്കെ. അതുകൊണ്ട് വീട്ടുകാരും അതത്ര കാര്യമാക്കി എടുത്തതുമില്ല. ആരും പെൺകുട്ടികളെ അന്വേഷിച്ച് പോയതുമില്ല.
കാണാതായ പെൺകുട്ടികൾ എല്ലാം തന്നെ കല്യാണപ്രായം തികഞ്ഞു നിൽക്കുന്നവരോ അല്ലെങ്കിൽ വിധവകളോ ഒക്കെ ആയിരുന്നു. കൂടാതെ ഈ കേസുകൾ എല്ലാം തന്നെ നടന്നിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഒരു കേസ് നടന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ മറ്റൊന്ന് കേരളത്തിൽ. അത് പിന്നെയും കണക്ട് ചെയ്ത് തമിഴ്നാട്, കേരളം അങ്ങനെ അങ്ങ് പോയി. ഇതെന്തോ വെൽ പ്ലാൻഡ് ഓപ്പറേഷനാണെന്ന് ജയകൃഷ്ണന് തോന്നി. കാണാതായ ഒരു പെൺകുട്ടി പോലും ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. ഈ ക്രൈമിന് പിന്നിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ല, ഒരേ ഒരു വ്യക്തി മാത്രമായിരിക്കുമെന്ന് ജയകൃഷ്ണന് തോന്നി. അങ്ങനെ ആ സീൻ അവിടം കൊണ്ട് കട്ടാവുകയാണ്. പിന്നെ കാണിക്കുന്നത് തുടക്കത്തിൽ കാണിച്ച ആ കൊലപാതകിയെയാണ് കേട്ടോ. അയാളുടെ അടുത്തേക്ക് ഒരു സ്വർണ്ണക്കടയുടെ ഉടമ വരികയാണ്. ബോബി എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഈ കില്ലറോട് ഒരു ഹെൽപ്പ് ചോദിക്കാനുള്ള വരവായിരുന്നു. അയാൾ സ്വർണ്ണപ്പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് കുറച്ച് സയനൈഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന സയനൈഡ് അയൽ വീട്ടിലെ ഒരാളുടെ നായ വന്ന് മണപ്പിച്ചു. സ്പോട്ടിൽ തന്നെ ആ നായ ചാവുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അയൽക്കാരൻ വലിയ പ്രശ്നമുണ്ടാക്കി. കൂടിയ ഇനത്തിൽപ്പെട്ട ഏതോ നായയായിരുന്നു അത്. അതുകൊണ്ട് അയാളോട് ഒന്ന് സംസാരിച്ച് ഈ പ്രശ്നമൊന്ന് തീർത്തു തരണമെന്ന് പറയാനാണ് ഇയാൾ എത്തിയത്. ഇത് കേട്ടത് ഈ കില്ലർ ചോദിക്കുകയാണ്, സയനൈഡൊക്കെ അങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു, സയനൈഡ് റേഞ്ചറാണ്, പക്ഷേ സ്വർണ്ണപ്പണിക്കൊക്കെ ഇത് സൂക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല, ലൈസൻസൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ ഈ കില്ലർ എന്നാ ചെയ്തു, നൈസായിട്ട് ഈ സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നും ഈ ലൈസൻസ് കൈക്കലാക്കുകയാണ്. അങ്ങനെ ഈ ലൈസൻസ് കൈക്കലാക്കിയ ഈ കില്ലർ രാത്രിയിൽ നേരെ സയനൈഡ് വിൽക്കുന്ന കടയിൽ തിരക്കി പോകുന്നു. അവിടെ ചെന്ന് സ്വർണ്ണപ്പണിക്കാണെന്നും പറഞ്ഞ് ഈ ലൈസൻസ് കാണിച്ച് സയനൈഡ് വാങ്ങിക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്നതാണ് ഈ കഥയുടെ മറ്റൊരു ട്വിസ്റ്റ്. ഇയാൾ ഈ സയനൈഡ് വാങ്ങിച്ച് വരുന്ന വഴി ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, എത്ര സമയത്തിനുള്ളിൽ ഇത് ഉള്ളിൽ ചെന്നാൽ മരിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് വഴിയരികിലിരുന്ന ഒരു വൃക്ഷന് ഭക്ഷണപ്പൊതി വാങ്ങിച്ചിട്ട് അതിൽ സയനൈഡ് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അയാൾ പരിസരത്ത് നിന്ന് വീക്ഷിക്കുകയാണ്. നോക്കുമ്പോൾ ആഹാരം കഴിച്ച ഉടനെ ആ വൃദ്ധൻ മരിച്ചു. പിന്നീട് കാണിക്കുന്ന സീൻ ഈ കില്ലർ ഒരു ബ്രോക്കറെ കാണുന്നതാണ്. തൻ്റെ സഹോദരൻ ഡൈവേഴ്സ് ആയതാണെന്നും അയാൾക്ക് വേണ്ടി നല്ല ഒരു പെൺകുട്ടിയെ വേണം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും തന്നെയില്ല, സ്വത്തുക്കളൊക്കെ ഉണ്ടെന്നും ഈ കില്ലർ പറയുകയാണ്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവരോ വിധവകളോ ആണെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നു. അങ്ങനെ ബ്രോക്കറെ പറഞ്ഞ് സോപ്പിട്ട് ക്യാഷൊക്കെ കൊടുത്തിട്ട് ബ്രോക്കറുടെ കയ്യിൽ നിന്നും കുറച്ച് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഈ കില്ലർ കൈക്കലാക്കുകയാണ്. അതിനുശേഷം അവരിൽ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ കില്ലർ പോകുന്നു. തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി ഈ കില്ലറോട് പറയുകയാണ്, എനിക്കിനി വിവാഹം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഈ കില്ലർ അത് കേട്ട് അവിടുന്ന് പോരുന്നു. നമ്മുടെ ഈ കില്ലറിന് ഒരു രഹസ്യ സങ്കേതമുണ്ട് കേട്ടോ. അയാൾ കൊല്ലുന്ന പെൺകുട്ടികളുടെ ചിത്രമെല്ലാം ഒരു ബുക്കിൽ അയാൾ വരച്ച് വയ്ക്കാറുണ്ട്. ഇപ്പോൾ ചെന്ന് കണ്ട പെണ്ണിന് താല്പര്യമില്ലാത്ത കാരണം ബ്രോക്കർ കൊടുത്ത ഫോട്ടോസിൽ നിന്നും ഇയാൾ അടുത്ത ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടുള്ള പല സ്ത്രീകളുടെയും ഡീറ്റെയിൽസൊക്കെ ഇയാൾ ശേഖരിക്കുകയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുമായിട്ട് പരിചയത്തിലാകുകയും പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു ഉത്സവത്തിന് സമയത്ത് ആണ് കാണുന്നതെങ്കിൽ അടുത്തതിനെ ബസ്സിൽ വെച്ചും മൂന്നാമത്തതിനെ ബസ് സ്റ്റോപ്പിൽ വെച്ചുമൊക്കെ കണ്ട് അയാൾ വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം ഇങ്ങനെ വിധവകൾ, ഡൈവേഴ്സ് ചെയ്യപ്പെട്ടതും ഒക്കെ ആവും. അവരെയെല്ലാം അവൻ്റെ പ്രണയത്തിൽ വീഴ്ത്തി ശേഷം നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ നല്ലതായിരിക്കുമെന്ന് അയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്നിട്ട് ഇയാൾ അവരെയും കൂട്ടി ഒളിച്ചോടി വിവാഹം കഴിക്കുകയാണ് പതിവ്. ശേഷം നേരെ ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്നു. മുൻപ് ചെയ്ത പോലെ കൊല ചെയ്യാതെ ഇപ്പോൾ സയനൈഡ് ഉപയോഗിച്ചുള്ള കൊല ചെയ്യലാണ് പ്ലാൻ. കയ്യിൽ കരുതിയിരിക്കുന്ന ചില ഗുളികകളിൽ സയനൈഡ് പുരട്ടി നേരത്തെ തന്നെ ഇയാൾ വയ്ക്കും. ഒളിച്ചോടി കല്യാണം കഴിച്ചാൽ ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഈ കില്ലർ ചെയ്യുന്നത്. അവിടെ നിന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് പുറത്തേക്ക് പോവുകയും
വഴിയിൽ അയാൾ അവരോട് പറയും, നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണല്ലോ, അന്നേരം ഇപ്പോൾ നമുക്ക് കുട്ടി വേണ്ട, അതുകൊണ്ട് ഇത് ഗർഭം നിരോധിക്കാനുള്ള ഗുളികയാണ് എന്നും പറഞ്ഞ് അയാൾ സയനൈഡ് പുരട്ടിയ ഗുളിക ഈ പെൺകുട്ടികൾക്ക് നൽകുകയാണ്. ശേഷം ഇയാൾ പറയുകയാണ്, ബാത്റൂമിൽ കയറി ഗുളിക കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഇറങ്ങി വന്നാൽ മതിയെന്നാണ്. കാരണം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, തലകറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞേ ഇറങ്ങി വരാവൂ. ഇങ്ങനെ ഇയാൾ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇയാൾ പറഞ്ഞ പ്രകാരം ഇറങ്ങി വന്ന പെൺകുട്ടികളൊക്കെ ഇയാൾ പറയുന്ന പോലെ ടോയ്ലറ്റിൽ കയറിയതിനു ശേഷം ഗുളിക കഴിച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഗുളിക കഴിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ബാത്റൂമിൽ കയറി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ കില്ലർ അവിടെ നിന്നും പോകും. അങ്ങനെ ന്യൂസ് പേപ്പറിലോ മറ്റോ ഈ സ്ത്രീകൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അങ്ങനെ പലയിടങ്ങളിലെയും ബസ്സുകളിലെ ടോയ്ലറ്റിൽ നിന്നും ഇതുപോലെ മരിച്ച സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുത്തു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജയകൃഷ്ണൻ ഇങ്ങനെ മരിച്ചുപോയ പല പെൺകുട്ടികളുടെയും നമ്പർ കണക്ട് ചെയ്ത് സരോജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതാണ്. അവരുടെ മകനോട് ജയകൃഷ്ണൻ സംസാരിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ഫോൺ ഉൾപ്പെടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിസ്സിംഗ് ആയതാണെന്നും അതൊരു പഴയ മോഡൽ ഫോൺ ആയതുകൊണ്ട് തന്നെ അവർ പോലീസിൽ ഇൻഫർമേഷൻ ഒന്നും ചെയ്യാൻ നിന്നിട്ടുമില്ലെന്നും അവരുടെ ഫാമിലിയിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ ഈ പയ്യൻ പറയുകയാണ്, ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ അവർക്ക് ഒരു കാര്യം പിടികിട്ടി, തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളുടെ കയ്യിൽ തന്നെയാണ് ഈ ഫോണെന്ന്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും പലരുടെ കയ്യിൽ നിന്നും ഇതുപോലെ ഫോൺ മോഷ്ടിക്കപ്പെട്ടതാവാം. എന്നിട്ട് ഇതുപോലെ പെൺകുട്ടികളെ വളയ്ക്കാൻ വേണ്ടി ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് ഇവർക്ക് കിട്ടിയ ഒരു ഇമ്പോർട്ടൻ്റ് ലീഡ് എന്തെന്നാൽ വിമല മിസ്സിംഗ് കേസിൽ വിമല ഒളിച്ചോടിയ സമയത്ത് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നതാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഫോൺ ഓൺ ആവുകയും മറ്റേത് ഒരു നമ്പറിലേക്ക് അവളുടെ ഫോണിൽ നിന്നും കോള് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ കോള് ചെന്ന നമ്പർ ട്രേസ് ചെയ്ത് അവർ പോയി. ആ ഡീറ്റെയിൽസ് അവർക്ക് അടുത്ത ദിവസം കിട്ടുമായിരുന്നു. പിന്നീട് അതിലായിരുന്നു ജയകൃഷ്ണൻ്റെ പ്രതീക്ഷ. കില്ലർ അഭിജ എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുകയും അവളുമായിട്ട് പരിചയത്തിലാവുകയും പ്രണയം നടിക്കുകയും ചെയ്യുന്നു. അവൾ ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ അയാളുടെ ഫോണിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുന്നു. അഭിജ എന്ന് അതിൽ സേവ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ജയകൃഷ്ണൻ നേരത്തെ പറഞ്ഞ വിമല എന്ന ആളുടെ ഫോണിൽ നിന്നും പോയിരിക്കുന്ന കോളും ഈ അഭിജ എന്ന് പറയുന്ന ആളുടെ ഫോണിലേക്കായിരുന്നു. പോലീസുകാർ ഈ അഭിജ എന്ന് പറയുന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ അമ്മ അവരോട് പറയുകയായിരുന്നു, 2 ആഴ്ച മുമ്പ് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ്. ഇതേ സമയം ഈ കില്ലർ അയാളുടെ രഹസ്യ സങ്കേതത്തിലിരുന്ന അടുത്ത ഇരയായ പെൺകുട്ടിയുടെ ചിത്രം തയ്യാറാക്കുകയായിരുന്നു. ഈ കൊലയുടെ എല്ലാം പിന്നിൽ ഒരാളാണെന്ന സത്യം പോലീസ് മനസ്സിലാക്കുന്നു. പിന്നെ ഈ കൊലപാതകി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് തമിഴ്നാടിനടുത്തുള്ള മാർത്താണ്ഡം എന്ന ഏരിയ ചിത്രീകരിച്ചുള്ളതായിരുന്നു. ആ ഭാഗം നന്നായി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ അവർ തീരുമാനിച്ചു. ലാസ്റ്റ് മിസ്സായിട്ടുള്ള അഭിജയുടെ ഫോൺ ഇതുവരെ ഓണായിട്ടില്ല, അത് ഉടനെ ഓൺ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. ആ ഫോൺ ഉടനെ ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. ആ ഫോൺ ഓണായി കഴിഞ്ഞാൽ ആ കില്ലർ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്കായിരിക്കും. ആ ഫോൺ കോൾ ഉപയോഗിച്ച് ഈ കില്ലറിനെ പിടിക്കാനായിരുന്നു അവരുടെ തീരുമാനം. അതേസമയം ആ കില്ലർ അടുത്ത സ്ത്രീയെ ഫോളോ ചെയ്ത് അവരെ വലയിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അവരെ ഫോളോ ചെയ്ത് അവരുമായിട്ട് പരിചയത്തിലാവുകയും രാജേഷ് എന്ന പേര് പറഞ്ഞ് അവരുമായി സൗഹൃദം നടിക്കുകയും ചെയ്യുന്നു. നിന്റെ ഫോൺ നമ്പർ തരാൻ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു, അതൊക്കെ പിന്നെ തരാം. അപ്പോൾ കില്ലർ പറയുന്നു, അതൊന്നും പറ്റില്ല, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ നമ്പർ തരാമെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ കില്ലർക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പോൾ തന്നെ നമ്പർ വേണമെന്ന്.
അതേസമയം കില്ലർ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള മാർത്താണ്ഡപുരം എന്ന സ്ഥലത്ത് ജയകൃഷ്ണൻ എത്തി. അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ സഹായം അദ്ദേഹം തേടുന്നുണ്ട്. അവരുടെ ടീമിലേക്ക് അവിടെ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ തരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർ പറയുകയാണ്, ഈ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട് ഈ ടീമിലേക്ക് ചേരാമെന്നൊക്കെ പറഞ്ഞിട്ടെന്ന്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വരികയാണ്. സ്റ്റാൻലി ദാസ് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ പേര്. ഈ ഉദ്യോഗസ്ഥനും നമ്മുടെ ജയകൃഷ്ണനും ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇരിക്കുന്നത്. കാരണം ഈ സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന ഈ പോലീസുകാരൻ തന്നെയാണ് ഈ കൊലപാതകി. ഇത്രയും നേരം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കില്ലർ തന്നെയാണ് ഇവരുടെ ടീമിലേക്ക് വരുന്ന പോലീസുകാരൻ. ഈ പോലീസുകാരന് തന്നെയാണ് തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കില്ലർ എന്ന് അറിയാതെ ജയകൃഷ്ണനും കൂട്ടരും എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ജയകൃഷ്ണനും കൂട്ടരും ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഈ നമ്മുടെ കില്ലറുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആ സീൻ അവിടെ കട്ടാവുകയാണ് കേട്ടോ. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തത് നമ്മളെ കാണിക്കുന്നത് ഈ കില്ലർ അടുത്ത പെൺകുട്ടിയുടെ പിന്നാലെ പോയി ഈ പെൺകുട്ടിയെ വലയിലാക്കാൻ ശ്രമിക്കുന്നതാണ്. മറ്റ് പെൺകുട്ടികളോട് ചെയ്തതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോവുകയും ഗർഭനിരോധന ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവൾ ബാത്റൂമിലേക്ക് കയറി എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത സീനാണ് കേട്ടോ. അടുത്ത സീനിൽ ജയകൃഷ്ണൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സ്റ്റാൻലിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ സ്റ്റാൻലി ആണെങ്കിൽ കുറച്ച് നാളായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു. എന്നാൽ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കറങ്ങി അടിച്ച് നടക്കുകയായിരുന്നു എന്നാണ് അയാൾ ജയകൃഷ്ണനോട് പറയുന്നത്. പിന്നെ റീജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു കേസിനെ പറ്റി അറിയാനിടയായത്. അങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ജോയിൻ ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ജയകൃഷ്ണൻ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇയാളോട് പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് തനിക്ക് തന്നെ തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കേസിൻ്റെ പോക്ക് കണ്ടിട്ട് ഈ സ്ത്രീകളെല്ലാം സെക്സ് റാക്കറ്റിന് കൊടുത്തിട്ടുണ്ടാകുമെന്നൊക്കെ ജയകൃഷ്ണൻ പറയുമ്പോൾ ഈ സ്റ്റാൻലി പറയുകയാണ്, അത് ശരിയാ, ഇപ്പോൾ തന്നെ 10-30 പെണ്ണുങ്ങളായില്ലേ എന്ന്. എന്നാൽ അത് കേട്ടപ്പോൾ ആ ഡ്രൈവർ പറയുകയാണ്, അത്രയും ഒന്നും ആയിട്ടില്ല, 13 ആയുള്ളൂ എന്ന്. താൻ എത്ര പെൺകുട്ടികളെ കടത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഈ കില്ലർക്കല്ലേ അറിയാവുന്നേ. അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ടറിയാം. എന്നാൽ അറിയാതെ തൻ്റെ വായിൽ നിന്നും അത് വീണതുകൊണ്ട് അയാൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഈ പോക്ക് ഇങ്ങനെ പോയാൽ 10-30 പേരെയും കൂടി കൊണ്ടുപോകുമെന്ന്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും ഫോൺ ഓഫായിട്ട് നിന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നും കാണാതെയുള്ള സ്ത്രീകളുടെ എല്ലാം ഫോൺ ഓഫായിട്ടുള്ളതും കേരളത്തിൽ വെച്ചിട്ടുമാണ്. ജയകൃഷ്ണൻ കേരളത്തിൽ ചെന്നിട്ട് അവിടുന്ന് മിസ്സായി പോയിട്ടുള്ള പെൺകുട്ടികളിലെ ക്രൈം റെക്കോർഡ്സ് എടുക്കാൻ തീരുമാനിക്കുന്നു. ഇതേ കാര്യം തന്നെ സ്റ്റാൻലിയോട് ഈ ജയകൃഷ്ണൻ പറയുകയാണ്. സ്റ്റാൻലി തമിഴ്നാട്ടിലുള്ള ഇതുപോലെ മിസ്സിംഗ് കേസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കാനും പറയുന്നു. തൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് കുറ്റവാളി എന്തായാലും അഭിജിയുടെ ഫോൺ ഉടനെ തന്നെ ഓണാക്കും, അത് വെച്ചായിരിക്കും കൃത്യം നടത്തുന്നത് എന്നൊക്കെ ഈ ജയകൃഷ്ണൻ നമ്മുടെ കില്ലറായ സ്റ്റാൻലിയോട് പറയുകയാണ്. അപ്പം ആ സമയം തൻ്റെ കയ്യിലിരിക്കുന്ന അഭിജിയുടെ ഫോണിലേക്ക് സ്റ്റാൻലി ഒന്ന് നോക്കുന്നു. ജയകൃഷ്ണൻ്റെ വണ്ടിയിൽ നിന്നും സ്റ്റാൻലി ഇറങ്ങിയതിനു ശേഷം ആദ്യം നശിപ്പിക്കുന്നത് അഭിജിയുടെ ആ ഫോണായിരുന്നു. പെൺകുട്ടികൾ മിസ്സായതിനു ശേഷമുള്ള ക്രൈം റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായതിനു ശേഷം ബസ് സ്റ്റാൻഡിൻ്റെ പിൻഭാഗത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നു. കാണാതായ പെൺകുട്ടിയുടെ തന്നെയാണോ ആ ബോഡി എന്ന് അവർ ചോദിക്കുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ തന്നെ ആയിരുന്നു എന്ന് ഉറപ്പാവുകയാണ്. ഇതുപോലെ തന്നെ പല കാണാതായ പെൺകുട്ടികളുടെയും മൃതദേഹം ബസ് സ്റ്റാൻഡിലുള്ള ബാത്റൂമിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നും ഈ മരണത്തിൻ്റെ എല്ലാം കാരണം പോയിസൺ ആണെന്നും അവർക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ എന്ത് തരത്തിലുള്ള പോയിസണാണ് മരണകാരണമെന്ന് ഇവർക്ക് മനസ്സിലായൊന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ അവർ ഒന്നും കൂടെ പോയി കാണുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല, ഇതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി കിട്ടുമ്പോൾ തന്നെ ഒരു പിങ്കിഷ് കളറായിരുന്നുവെന്നും ആമാശയൊക്കെ ഓപ്പണാക്കി നോക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇതെല്ലാം തന്നെ സയനൈഡ് പോയിസൻ്റെ ലക്ഷണങ്ങളാണ്.
കൂടാതെ ഈ ബോഡിയുടെ അടുത്ത് നിന്നും മറ്റ് ഗുളികയുടെ കവറൊക്കെ കണ്ടെത്തുകയും ആ കവറിലും പോയിസന്റെ അംശമുണ്ടായിരുന്നുവെന്നും അയാൾ പറയുന്നു. ജയകൃഷ്ണനും കൂട്ടരും കരുതിയിരുന്ന പോലെ ഒരു സെക്സ് റാക്കറ്റ് അല്ല ഇതിൻ്റെ പിന്നിലെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഈ പെൺകുട്ടികളെയും കൊണ്ട് പോകുന്നയാൾ അവർക്ക് സയനൈഡ് കൊടുത്ത് കൊല്ലുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ന്യൂസ് ജയകൃഷ്ണനെ ശരിക്കും ഞെട്ടിച്ചു. കൂടാതെ മരണത്തിന് മുമ്പ് ശാരീരിക ബന്ധം നടന്നിട്ടുമുണ്ട്. അതൊരിക്കലും ഒരു ഫോഴ്സ് ആയിട്ടുള്ള സെക്സ് ആയിരുന്നില്ല. ബോഡിയൊക്കെ പഴക്കം ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ DNA സാമ്പിളൊന്നും കിട്ടത്തുമില്ല. സ്ത്രീകളുടെ സമ്മതത്തോടുകൂടി സെക്സ് ചെയ്തിട്ട് അവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതൊരു സൈക്കോപാത്ത് ആവാനാണ് സാധ്യത എന്നവർക്ക് ഏകദേശം മനസ്സിലായി. അതേസമയത്ത് സ്റ്റാൻലി താൻ കൊന്നൊടുക്കിയ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എല്ലാം നോക്കുകയായിരുന്നു. അതോടെ അവർ കാണാതായ പെൺകുട്ടികളുടെ ബോഡി കണ്ടു കിട്ടിയപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റി കാണാതായ ഈ പെൺകുട്ടികളെല്ലാം തന്നെയാണ് മരിച്ചിട്ടുള്ളത് സയനൈഡ് ഉള്ളിച്ചെന്ന് തന്നെയാണെന്നും സ്ത്രീകളുടെ ബോഡിയിൽ നിന്നും കണ്ടെത്തിയ സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇതെല്ലാം മനസ്സിലാകുകയാണ്. പിന്നെ ആ ബോഡിയിൽ നിന്നും കണ്ടെത്തിയ ഒരു പ്രത്യേക തരത്തിലൊരു സേഫ്റ്റി പിൻ ഇവർ കണ്ടെത്തുന്നു. ഈ സേഫ്റ്റി പിന്ന് മാത്രം അവർക്ക് വ്യത്യസ്തമായി തോന്നി. കാരണം സാധാരണ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിൻ അല്ല അത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ നെയിം ബോർഡ് ഡ്രസ്സിലൊക്കെ പിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സേഫ്റ്റി പിന്നായിരുന്നു അത്. ആ സേഫ്റ്റി പിന്നിൽ കാക്കി കളറുള്ള ഡ്രസ്സിൻ്റെ നൂലിൻ്റെ കുറച്ച് ഭാഗവും അവർക്ക് കിട്ടുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ കില്ലറായ സ്റ്റാൻലി ദാസിൻ്റെ യൂണിഫോമും അവിടെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ സേഫ്റ്റി പിൻ സ്റ്റാൻലി ദാസിൻ്റെ തന്നെ ആയിരിക്കും. സയനൈഡിൻ്റെ അംശം ഇടുന്ന ഗുളികകളുടെ കവറും ഇവർക്ക് കിട്ടി. കൂടാതെ ഒരു തവണ ഈ സ്റ്റാൻലി ദാസ് ഗുളികകൾ ഇടാൻ വേണ്ടിയിട്ട് അയാൾക്ക് കവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അയാൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം നോട്ട്ബുക്കുണ്ട്. അതിൻ്റെ പേജ് കട്ട് ചെയ്തിട്ട് ആ കഷ്ണത്തിൽ പൊതിഞ്ഞാണ് ഇയാൾ ഗുളിക കൊടുത്തത്. അപ്പോൾ ആ പേപ്പറും ഇവർക്ക് തെളിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റാൻലിയുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൻ്റെ പോലെ തന്നെ സെയിം പേപ്പറായിരുന്നു ഇവർക്ക് കിട്ടിയിട്ടുള്ള ആ തെളിവായിട്ട് കിട്ടിയ പേപ്പർ. സൈബർ സെല്ലിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കാണാതായ പെൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ ഫോൺസും ഒന്നും കില്ലർ യൂസ് ചെയ്തിട്ടില്ല. ചില ഫോണുകളുടെ ലൊക്കേഷൻ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ ഫോൺസൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ഫോണാണ് കില്ലർ യൂസ് ചെയ്തിരുന്നത്. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോണുകൾ ഈ കില്ലർ ഉപേക്ഷിക്കുകയായിരുന്നു. അല്ലാത്ത ഫോണിലെ സിമ്മൊക്കെ മാറ്റിയിട്ടിട്ടൊക്കെ ഈ കില്ലർ യൂസ് ചെയ്തിരുന്നു. പനച്ചങ്കോട് എന്ന സ്ഥലത്തുള്ള AS മൊബൈൽസിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ് ഈ ഫോൺസൊക്കെ. എന്നാൽ ഈ ഫോൺസ് ഒന്നും തന്നെ ആ കടയിൽ നിന്നും വിറ്റുപോയതൊന്നും ആയിരുന്നില്ല. ഷോപ്പിൽ അന്വേഷിക്കുമ്പോൾ ഈ പോലീസുകാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കുറേ നാൾ മുമ്പ് ഈ ഷോപ്പിൽ പല ഫ്രോഡ് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അഡ്രസ് പ്രൂഫ് ഇല്ലാതെയൊക്കെ സിം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ. അതിൻ്റെ പേരിലൊക്കെ പോലീസുകാർ ഈ കട റെയ്ഡ് ചെയ്തിട്ടുള്ളതുമായിരുന്നു. ആ സമയത്ത് ആ കടയിൽ നിന്ന് പോലീസുകാർ കുറച്ച് ഫോൺസൊക്കെ കണ്ടെടുത്ത് കൊണ്ടുപോയിരുന്നു. ആ കൊണ്ടുപോയിട്ടുള്ള ഫോണുകളിൽ കുറച്ച് ഫോണൊക്കെ തിരിച്ച് കൊടുത്തിരുന്നുള്ളൂ ഈ കടയുടമയ്ക്ക്. ഈ ലിസ്റ്റിൽ പറഞ്ഞിരുന്ന ഫോണുകളൊന്നും പോലീസുകാർ തിരിച്ചു തന്നിട്ടില്ല എന്നാണ് ഈ കടയുടമ പറയുന്നത്. പോലീസുകാർ അതൊക്കെ ഇവിടെ നിന്നും മുക്കിയതാണെന്നും കടയുടമ പറയുന്നു. പിന്നെ പോലീസുകാർ ആയതുകൊണ്ട് അവർ ചോദിച്ചതുമില്ല. അതും ഈ ഫോണുകൾ കൊണ്ടുപോയത് കേരള പോലീസ് അല്ല, ഇവിടെ ബോർഡറാണ്. ഈ റോഡിൻ്റെ അപ്പുറം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ പോലീസുകാരാണ് ഇത് കൊണ്ടുപോയതും. കില്ലർ ഒരു പോലീസുകാരൻ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കടയിൽ റെയ്ഡ് നടത്തിയ രാജാക്കമംഗലം എന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അവർ പോകുന്നു. റെയ്ഡ് നടന്ന സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരുടെയും ഡീറ്റെയിൽസൊക്കെ ഇവരെടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ സ്റ്റാൻലിയുടെ ലിസ്റ്റും ഉണ്ടായിരുന്നു. ആ ടൈമിൽ സ്റ്റാൻലി ഒരു ചെറിയ ഫോൺ യൂസ് ചെയ്യുന്നതും ഒരിടത്തു നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നതുമൊക്കെ നമ്മളെ കാണിക്കുന്നുമുണ്ട്. ആ സമയത്ത് നമ്മുടെ ജയകൃഷ്ണൻ നമ്മുടെ ഡ്രൈവറായിട്ടുള്ള ആനന്ദിനോട് പറയുന്നുണ്ട്, ആ ക്രൈം നടന്ന സമയത്ത് കിട്ടിയ പോലീസുകാരുടെ ഡീറ്റെയിൽസ് ഇല്ലേ, അതിനകത്ത് ആ ഫോൺ നമ്പർ എല്ലാം എടുത്തിട്ട് ഈ ക്രൈം നടന്ന സമയത്ത് ഈ ഫോൺ നമ്പർ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. എല്ലാ പരിസരത്തിലും വന്നിട്ടുള്ള ഒരേ ഒരു ഫോൺ നമ്പറിൽ ഉണ്ടാകത്തുള്ളൂ. അത് ആ കില്ലറിൻ്റെ തന്നെയായിരിക്കും. ചിലർ ഒരു പോലീസുകാരൻ ആയിരുന്നെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നും അവർക്ക് അയാളെ പിടിക്കാൻ സാധിക്കുമായിരുന്നു.
ഇതിനിടയ്ക്ക് പെട്ടെന്ന് സൈബർ സെല്ലിലും ജയകൃഷ്ണന് ഒരു കോള് വരുന്നുണ്ട്. മിസ്സിംഗ് ആയ കേസുകളിൽ ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോൺ ഇന്നലെ ഓണായിട്ടുണ്ടെന്നും രാത്രി 10 മണിക്ക് ശേഷമാണ് അത് ഓണായത്, സിം മാറ്റിയിട്ടൊന്നുമില്ല, ആ ഫോൺ തന്നെയാണ് ഓണായിരിക്കുന്നത്. അങ്ങനെ അവർ ലൊക്കേഷൻ തേടി പോകുന്നതാണ് അടുത്ത സീനിൽ ഇവർ കാണിക്കുന്നത്. അങ്ങനെ ലൊക്കേഷൻ തേടി ചെല്ലുമ്പോൾ അവർ ചെല്ലുന്നത് ഒരു പോലീസ് അപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഫോണിൽ കോള് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ബെല്ല് കേൾക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നീട് അവർ പോവുകയാണ്. അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റ് അവർ കണ്ടുപിടിച്ചു. ശേഷം ഒരു കോളിംഗ് ബെൽ അമർത്തുകയാണ്. കോളിംഗ് ബെൽ അമർത്തി കഴിയുമ്പോൾ വാതിൽ വന്ന് തുറക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ദാസിൻ്റെ വൈഫാണ്. എന്നാൽ അത് സ്റ്റാൻലിയുടെ വീടായിരുന്നില്ല, സ്റ്റാൻലിയുടെ അയൽക്കാരനായ മണി എന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വീടായിരുന്നു. അയാൾ ഈ ഫോൺ ട്രേസ് ചെയ്ത് വന്നതാണെന്നൊക്കെ ഈ ജയകൃഷ്ണൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് വീട്ടിനുള്ളിൽ നിന്നും ഒരു ഫോണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ഇവരും തിരയുകയാണെന്നൊക്കെ അവരും ഈ പോലീസുകാരോട് പറയുകയാണ്. ഇങ്ങനെ ഒരു ഫോൺ ഇവിടെ ആർക്കും ഇല്ലെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതായത് മണി എന്ന കോൺസ്റ്റബിളിൻ്റെ വൈഫ് പറയുകയാണ്, ഇങ്ങനെ ഒരു ഫോണ് ഇവിടെ ആർക്കും ഇല്ല, പക്ഷേ ഫോണിൽ കോള് വരുന്നുണ്ട്, ഞങ്ങളിത് എവിടെയാണെന്ന് നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെ ഈ സ്ത്രീ ഈ പോലീസുകാരോട് പറയുന്നുണ്ട്. കോൺസ്റ്റബിൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ ഇവർ ജയകൃഷ്ണനോടും കൂട്ടരോടും പറയുന്നു. അപ്പോൾ ഇവർ ഏകദേശം ഉറപ്പിക്കുകയാണ് ഈ കില്ലർ മണി തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ആ ടീമിലെ സ്റ്റാൻലി അവിടേക്ക് വരുന്നു. അപ്പോൾ ജയകൃഷ്ണൻ സ്റ്റാൻലി അവിടെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ എന്ന്. അപ്പോൾ പറയും, ഇതെൻ്റെ വൈഫാണ്, ഞങ്ങളിവിടെ അടുത്താണ് താമസിക്കുന്നത്, തങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി മണിയാണോ എന്ന് തങ്ങൾക്ക് ഡൗട്ടുണ്ടെന്ന് ജയകൃഷ്ണൻ സ്റ്റാൻലിയോട് പറയുന്നു. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഒരിക്കലും അങ്ങനെയാവാൻ ചാൻസ് ഒന്നുമില്ല, മണിയെ എനിക്ക് കുറേ കാലമായിട്ട് അറിയാമെന്നും, എന്നാൽ അവർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് മണി രാവിലെ ഡ്യൂട്ടിക്ക് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷേ ഇതുവരെ അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അയാളുടെ ബൈക്ക് ഒരിടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്, വേറെ ഏതെങ്കിലും വണ്ടിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാലും തങ്ങൾ അവിടേക്ക് എത്തുന്നു എന്ന കാര്യം എങ്ങനെയാണ് ഈ മണി അറിഞ്ഞതെന്ന് ജയകൃഷ്ണൻ ചിന്തിക്കുന്നുണ്ട്. അതേസമയം സ്റ്റാൻലി പറയുന്നുണ്ട്, രാജാക്കമംഗലം സ്റ്റേഷനിൽ നിന്നും നിങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ആൾക്കാരെ ഒരുവിധം എല്ലാ പോലീസുകാർക്കും തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം ഈ വിവരം മണിയെ അറിയിച്ചത്. അങ്ങനെയായിരിക്കാം അവൻ രക്ഷപ്പെട്ടത്. അവൻ പറയുന്ന പോലെ വലിയ ക്രിമിനൽ ആണെങ്കിൽ ഈ ഫോൺ മാത്രം എന്തായിരിക്കാം അവൻ ഓൺ ചെയ്ത് വെച്ചിരുന്നത് എന്ന് അപ്പോൾ ജയകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ ഫോൺ കിട്ടിയത് അവൻ്റെ നേഴ്സറിയിൽ പഠിക്കുന്ന മകൻ്റെ റൂമിൽ നിന്നാണെന്നും ചിലപ്പോൾ കുട്ടി അവൻ അറിയാതെ കളിക്കാൻ എടുത്തതായിരിക്കാം, അങ്ങനെയായിരിക്കാം ഈ ഫോൺ ഓണായത്, അതൊന്നും അവൻ അറിഞ്ഞു കാണില്ല എന്നും പറയുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ചിരുന്നത് നമ്മുടെ ഈ കില്ലർ സ്റ്റാൻലി ആയിരുന്നു. തൻ്റെ നേരെ പോലീസ് അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി അയാൾ ബുദ്ധിപൂർവ്വം കളിച്ച കളിയായിരുന്നു അത്. രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയ മണി വഴിയിൽ വെച്ച് സ്റ്റാൻലിയെ കാണുന്നു. സ്റ്റാൻലി അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തതാണ്. സ്റ്റാൻലി പറയുന്നത് മണിക്ക് ഇവിടുത്തെ ലോക്കൽ ക്രിമിനലുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നാണ്. അവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മണിയെ നമ്മൾ അന്വേഷിച്ചാലൊന്നും കിട്ടത്തില്ലെന്ന് സ്റ്റാൻലി പറയുകയാണ്. തനിക്ക് നേരെയുള്ള അന്വേഷണം മണിയുടെ നേരെ ആക്കിയതിൽ സ്റ്റാൻലി ആകട്ടെ താൻ കൊല ചെയ്ത മണിയുടെ ചിത്രവും ആ ബുക്കിൽ വരച്ചു വയ്ക്കുകയും ചെയ്തു. ജയകൃഷ്ണൻ ആകെ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. താൻ ഇതുവരെ അന്വേഷിച്ച ഒരു കേസിലും താൻ തോറ്റുപോയിട്ടില്ല. മണി രക്ഷപ്പെട്ടു എന്നത് വിശ്വസിക്കാനും കഴിയുന്നില്ല. പ്രതി ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് കേസ് അങ്ങ് തീർക്കാൻ ആ സീനിയർ ഉദ്യോഗസ്ഥൻ ഈ ജയകൃഷ്ണനോട് പറയുകയാണ്. അന്നേരം ജയകൃഷ്ണൻ പറയുന്നു, അങ്ങനെ തീർത്താൽ ഇത് ശരിയാകത്തില്ല, കാരണം ഇവൻ ഈ കൊലപാതകയിൽ അഡിക്റ്റഡ് ആയിരിക്കാം. ശേഷം ജയകൃഷ്ണൻ പറയുകയാണ്, താൻ മുമ്പ് താമസിച്ച വീട്ടിൽ നല്ല എലിശല്യമുണ്ടായിരുന്നു, തന്നെ അവൻ ഇനി കൊല ചെയ്യാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷേ വീണ്ടും ഈ ശല്യം വല്ലാതെ പെരുകിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ താനത് അഡ്ജസ്റ്റ് ചെയ്തു, പിന്നീട് സഹികെട്ട് കെണി വെച്ചു. ആദ്യം കെണിയിൽപ്പെട്ട എലികളെ കൊല്ലാൻ എനിക്ക് മടിയായിരുന്നു, പിന്നീട് സഹികെട്ട് ഞാൻ അതിനെ ഓരോന്നിനെ കൊല്ലാനായി തുടങ്ങി. പിന്നീട് അതെനിക്കൊരു ഹരമായി മാറുകയും ചെയ്തു. ഡ്രഗ്സ് ആൻഡ് സെക്സ് അഡിക്ഷൻ പോലെ ഇതും ഒരു അഡിക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകി ഇനിയും കൊല ചെയ്യാൻ ചാൻസ് ഉണ്ട്.
അതേസമയം തന്നെ സ്റ്റാൻലി അവൻ്റെ ഒളിസങ്കേതത്തിൽ അയാളുടെ പഴയ ഫോട്ടോസൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു, പിന്നീട് വലിയ മൃഗങ്ങളെയും പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ള പല ഫോട്ടോസും അതിലുണ്ട്. ഓരോ കുറ്റവാളികൾക്കും ഓരോ സ്വഭാവമാണ്. ആദ്യം ചെറിയ ചെറിയ മൃഗങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ മനുഷ്യനിലേക്ക് എത്തും. ഇവിടുത്തെ കൊലപാതകി മണിയാണെങ്കിൽ അവനിപ്പോൾ രാജ്യം വിട്ടു കാണും. അവൻ്റെ വലയിൽ ഇനിയും ഏതെങ്കിലും സ്ത്രീകൾ അകപ്പെടുമോ എന്ന് ജയകൃഷ്ണന് പേടി തോന്നി. അതേസമയം സ്റ്റാൻലി ചിത്രം വരയ്ക്കുന്ന തിരക്കിലായിരുന്നു. വീണ്ടും കാണിക്കുന്നത് സ്റ്റാൻലി ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അതിൽ ചെറിയ ജീവികളെ തുടങ്ങി അദ്ദേഹം ആദ്യമായിട്ട് കൊന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രവും കാണിക്കുന്നുണ്ട്. അയാളുടെ ഒപ്പം സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി. അതിനുശേഷം അയാൾ കൂടുതൽ കൊലപാതകത്തിലേക്ക് എത്തിയതും. പക്ഷേ പോലീസുകാർ ഒരിക്കലും തന്നെ തേടി വരില്ല എന്നാണ് സ്റ്റാൻലി വിശ്വസിച്ചിരുന്നത്. തന്നെ തേടി എത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം ആ കൊലക്കേസെല്ലാം മണിയിലേക്ക് തിരിച്ചു വിട്ടതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നിലേക്ക് പോലീസുകാർ ഒരിക്കലും എത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഫോണുകളെല്ലാം ദൂരെ ഒരിടത്ത് കൊണ്ട് കുഴിച്ചിടുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സമയത്ത് ജയകൃഷ്ണൻ്റെയും കൂട്ടരുമാണെങ്കിൽ മണിയുടെ ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലി പല സ്ത്രീകളുമായിട്ട് വീണ്ടും അടുപ്പം കാണിക്കുകയും ലോഡ്ജിലെത്തുകയും ഒക്കെ ചെയ്യുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടേപ്പിൽ അയാൾ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് അയാളാകട്ടെ സിനിമയുടെ ഡയറക്ടറെ ഫോൺ വിളിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അയാളെ കാണിക്കുന്നത് അയാൾ ഒരു ഗുളികയെടുത്ത് ഒരു സ്ത്രീയുമായിട്ട് അയാൾ ശാരീരിക ബന്ധത്തിൽ ഇതുപോലെ ലോഡ്ജ് റൂം എടുത്ത് ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇയാൾ ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ ഇയാളോട് ചോദിക്കുകയാണ്, എന്തിനാ ഈ ഗുളിക കഴിക്കുന്നതെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് ഷുഗറുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, നിനക്ക് ഷുഗറുണ്ടോ ഉണ്ടോയെന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീൻ എടുത്തിട്ട് അവരുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയാണ്. അന്നേരം അവർ പറയുന്നു, അയ്യോ ഒരുപാട് താമസിച്ചു, ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഡൗട്ട് അടിക്കും. പിന്നീട് വീട്ടിലെത്തി അവരെ മരിച്ചു കിടക്കുന്നതൊക്കെയാണ് ഈ സീനിൽ കാണിക്കുന്നത്. എന്നാലും പ്രതിയെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും ജയകൃഷ്ണനൊരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സ്റ്റാൻലി അടുത്ത സ്ത്രീയെ വളയ്ക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ മറ്റൊരു സ്ത്രീയുമായിട്ട് കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ബസ് സ്റ്റാൻഡിൽ ഒരു സിഗരറ്റ് വലിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ സ്ത്രീ കാറിലിരിക്കുന്ന സ്റ്റാൻലിയുടെ മൊബൈൽ കാണുന്നുണ്ട്. അവരത് വെറുതെ ഓണാക്കിയതിനു ശേഷം പിന്നീട് കാണിക്കുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സൈനിക കേസുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിൽ നിന്നും ജയകൃഷ്ണനെ വിളിക്കുന്നതാണ്. മിസ്സിംഗ് കേസിലുള്ള വനിത എന്ന സ്ത്രീയുടെ ഫോൺ ഒരാഴ്ച മുമ്പ് അടൂര് ഭാഗത്ത് ഓൺ ആയിട്ടുണ്ടെന്ന് പറയുന്നു. 2 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ആ ഫോൺ ഓണായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്ന് അരീക്കോടുള്ള ഒരു സ്ത്രീയുടെ നമ്പറിലേക്ക് മിസ് കോളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് പോവുകയാണിവർ. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകുന്നത് ആ സ്ത്രീ അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ്. പെട്ടെന്നുണ്ടായ മരണമാണ്. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവരുടെ ഫാമിലിയിൽ അങ്ങനെയൊരു മെഡിക്കൽ ഹിസ്റ്ററിയേ ഇല്ല. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഈ മരണത്തിന് പിന്നിലും ഈ കില്ലറാണോ എന്ന്. അവർക്ക് നന്നായിട്ട് ഡൗട്ട് തോന്നാൻ തുടങ്ങി. അവർ ആ ബോഡി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ വീട്ടുകാരുടെ പെർമിഷനൊക്കെ അവർ വാങ്ങിച്ചു. ശേഷം അവർ പോസ്റ്റ്മോർട്ടം നടത്തി. ഓൾറെഡി കെമിക്കൽ അനാലിസിസ് ഡീറ്റെയിൽസ് എന്നൊരു കണ്ടൻറ്റ് അവർ കണ്ടെത്തുകയാണ്. ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന ഒരു കണ്ടൻ്റ് ആയിരുന്നു അത്. അതായത് അത് കുറേശ്ശെ ശരീരത്തിലെത്തി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും. അതനുസരിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ വേഗത്തിൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം മരണം സംഭവിക്കും. സ്റ്റാൻലി ഷുഗർ നോക്കാനെന്ന വ്യാജേന സ്ത്രീകളുടെ ശരീരത്തിൽ ഇതിൻ്റെ അണുക്കളെയാണ് കുത്തിവെക്കുന്നത് ബ്ലഡിലൂടെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കകം അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയുമാണ് ചെയ്യുന്നത്. മുമ്പേ കാണിച്ച സ്ത്രീ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതും ഇങ്ങനെ തന്നെയാണ്. സ്റ്റാലിയ ഫോറൻസിക് സർജനെ വിളിച്ചിട്ട് സിനിമയുടെ ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചറിഞ്ഞ വിവരങ്ങളും ഈ സബ്സ്റ്റൻസിനെ പറ്റിയായിരുന്നു. ഇങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നില്ല ഇത്. എന്നാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറുങ്ങാലി അഥവാ ഫോക്ടോസ് എന്നുള്ള ഒരു ചെടിയിൽ നിന്നും ഈ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ ഈ സ്റ്റാൻലി ഫോറൻസിക് സർജനിൽ നിന്നും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സബ്സ്റ്റൻസ് ആയിരുന്നു ഇത്.
പിന്നീട് കാണിക്കുന്നത് ഷുഗർ നോക്കാനെന്ന വ്യാജേന അയാളിത് ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ കുത്തിവെക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ത്രീകളൊക്കെ മരിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ജയകൃഷ്ണന് ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഒരു സാധാരണ കോൺസ്റ്റബിളായ മണിക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്? മാത്രവുമല്ല വേറെ രണ്ടിടത്ത് കൂടെ 2 സ്ത്രീകൾ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു. അപ്പോൾ കൊലയാളി ഇപ്പോഴും ആക്റ്റീവാണെന്ന് അയാൾക്ക് മനസ്സിലാകുകയാണ്. മണിയാണ് ഈ കൊലപാതകത്തിൻ്റെയൊക്കെ പിന്നിലെങ്കിൽ അവൻ രാജ്യം പോലും പോയിട്ട് സ്റ്റേറ്റ് പോലും വിട്ടു പോയിട്ടുണ്ടാവില്ല എന്ന് ജയകൃഷ്ണൻ ഇങ്ങനെ ആ കൂട്ടത്തിലുള്ള പോലീസുകാരോട് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് കൊലയാളി ഇപ്പോൾ അവിടെ കാണത്തില്ല. ഷുഗർ നോക്കാനെന്ന വ്യാജേന ഇഞ്ചക്റ്റ് ചെയ്യുകയും പതിയെയാണല്ലോ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ മരിക്കുന്നത്. അപ്പോൾ ഈ കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ജയകൃഷ്ണൻ ഒരു തെളിവ് കിട്ടാതെ പോകും. അപ്പോൾ ജയകൃഷ്ണനും സീനിയർ ഓഫീസറുമായിട്ടുള്ള ചർച്ചയിൽ ഈ കേസ് വീണ്ടും അന്വേഷിച്ചാലോ എന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ ആ കേസ് അന്വേഷിക്കുന്നത് സ്റ്റാൻലിയെ കൂടെ അറിയിക്കാമെന്ന് ജയകൃഷ്ണൻ സീനിയർ ഉദ്യോഗസ്ഥനോട് പറയുന്നു. അങ്ങനെ ജയകൃഷ്ണൻ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റാൻലിയെ വിളിച്ച് അറിയിക്കുകയാണ്. ഈ സമയം സ്റ്റാൻലി മറ്റൊരു സ്ത്രീയെ വലയിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്താണ് ജയകൃഷ്ണൻ്റെ കോൾ സ്റ്റാൻലിക്ക് വരുന്നത്. തൻ്റെ 2ാമത്തെ കൊലപാതക രീതിയും പോലീസുകാർ കണ്ടെത്തി എന്നറിഞ്ഞ സ്റ്റാൻലി ആകെ കുഴപ്പത്തിലായി, ആകെ ടെൻഷനുമായി. അപ്പോൾ അയാൾ ആ പെൺകുട്ടിയുടെ കൂടെ ഇനിയും റൂമിലേക്ക് പോയാൽ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കി അയാൾ ആ പെൺകുട്ടിയോട് പറയുകയാണ്, നമ്മുടെ കാര്യം എൻ്റെ ഭാര്യ അറിഞ്ഞെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ഡിവേഴ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ എന്തിനാണ് നിങ്ങളെ ഇപ്പോഴും വിളിക്കുന്നത്? ആ പെൺകുട്ടി അയാളോട് ചൂടായെങ്കിലും അയാൾ അതിന് മറുപടിയൊന്നും പറയാൻ നിന്നില്ല. അയാളാകെ ടെൻഷനോട് കൂടി അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അടുത്തത് കാണിക്കുന്നത് ഷൈനി എന്നൊരു പെൺകുട്ടിയുടെ കൂടെ അയാൾ ഇരിക്കുന്നതാണ്, സിംഗിൾ മദറായ ഷൈനിയുടെ കൂടെ. ആ സമയം ഒരു ഉദ്യോഗസ്ഥൻ ജയകൃഷ്ണനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും പേരെ അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ ഇത് കൂടാതെ ഒരുപാട് പേരെ അവൻ ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടും ആരും എന്താ ഇവനെതിരെ ഒരു കംപ്ലൈൻറ്റ് പോലും കൊടുക്കാത്തത്? അപ്പോൾ ജയകൃഷ്ണൻ പറയുവാണ്, അവർക്കൊക്കെ അവരുടെ ജീവിതമല്ലേ വലുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജയകൃഷ്ണൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട്. അയാൾ പെട്ടെന്ന് ഓഫീസിലെത്തുകയാണ്. ഓഫീസിലെത്തിയിട്ട് അവിടുത്തെ പഴയ ഫയലുകളൊക്കെ പരിശോധിച്ച് നോക്കുന്നു. ശേഷം അയാൾ ഒരു പഴയ കേസിൻ്റെ അന്വേഷിച്ച് ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവരെ അന്വേഷിച്ചതുപോലെ തന്നെ സരോജ എന്ന പേരിലുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു പോയത്. ആ സ്ത്രീ മിസ്സിംഗ് ആയിരുന്നു. ആ കേസ് നേരത്തെ ഒന്ന് അന്വേഷിച്ചതായിരുന്നു. എന്നാൽ ആ കേസിൻ്റെ കാര്യത്തിൽ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണമായിരുന്നു. പോലീസുകാർ കരുതിയത് അവരുടെ ഫോൺ മോഷണം പോയി, അതിനുശേഷമാണ് അതിൽ നിന്നും കോള് പോയത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. ആ ഫോൺ മോഷണം പോകുന്നതിന് മുമ്പായിരുന്നു അതിലേക്ക് കോളുകൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആരെയാണ് വിളിച്ചത് എന്നൊക്കെ അവർക്ക് അറിയണമായിരുന്നു. അവനെ നന്നായി എന്ന് കുഴഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അവൻ്റെ സഹോദരിയാണ് ആ ഫോൺ ഉപയോഗിച്ചിരുന്നത് എന്ന്. ദിവ്യയെ ഒരുത്തൻ പ്രണയിക്കുകയും അവർ ഒളിച്ചോടി പോവുകയും ചെയ്തു. എന്നാൽ ദിവ്യയെ അവൻ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞത്രേ എന്നാണ് ദിവ്യയുടെ സഹോദരൻ പറയുന്നത്. ഈ കഥ മറ്റാരും അറിയുന്നതിന് മുമ്പ് തന്നെ അവർ ദിവ്യയെ വേറൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മുമ്പ് ഇവിടെ ദിവ്യയെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവന് ഈ ഡീറ്റെയിൽസ് ഒന്നും പറയാതിരുന്നതെന്നാണ് പോലീസുകാരോട് പറയുന്നത്. അതായത് ഇങ്ങനെ തൻ്റെ പെങ്ങൾ ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞതിന് ശേഷം ആണ് വിവാഹം കഴിച്ചു കൊടുത്തതെന്നും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ അവളുടെ ജീവിതത്തെ അത് ബാധിക്കുമല്ലോ. അങ്ങനെ ഈ കഥ മറ്റാരും അറിയുന്നതിന് മുമ്പ് തന്നെ അവർ വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് പോലീസുകാർ അന്വേഷിച്ചു വന്നപ്പോഴൊക്കെ ഇയാൾ ദിവ്യയെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ദിവ്യയുടെ ജീവിതത്തെ ബാധിക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ ദിവ്യയെ തേടിപ്പോകുന്നതാണ്. ഈ മൂവിയിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്, സ്റ്റാൻലി ദിവ്യയെ വലയിലാക്കിയതിനു ശേഷം ഗുളിക കഴിക്കാനായി ബാത്റൂമിൽ പറഞ്ഞു വിടുന്നു. എന്നാൽ അവൾ വെളിയിലേക്ക് വീണ്ടും ഒന്നും കൂടെ സ്റ്റാൻലിയെ നോക്കുമ്പോൾ സ്റ്റാൻലിയെ കാണുന്നില്ല. അവൻ അവളുടെ ഫോണും ബാഗുമായിട്ട് രക്ഷപ്പെട്ടിരുന്നു.
നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഗുളിക കഴിക്കാതിരുന്നത് എന്ന് അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ട് കുട്ടികൾ വേണ്ട എന്നാണ് സ്റ്റാൻലി പറഞ്ഞത്. എന്നാൽ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയാലും കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഗുളിക കഴിക്കാതിരുന്നത്. അങ്ങനെ സ്റ്റാൻലിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ദിവ്യ പറയുകയാണ് അയാൾക്ക് പഴയ തമിഴ് പടങ്ങളിലെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണെന്ന്. അയാൾ എപ്പോഴും പഴയ പാട്ടുകൾ പ്ലേ ചെയ്യാറുണ്ട്. മണിയുടെ ഫോട്ടോ അവളെ കാണിച്ചപ്പോൾ ഇതല്ലേ ആളെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് ഇതല്ല ആള്. അതോടെ ജയകൃഷ്ണൻ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത്. അയാൾ ഇത്രയും നാൾ വിചാരിച്ചതുപോലെ മണിയല്ല ഈ കേസിലെ കുറ്റവാളി എന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളിയുടെ സ്കെച്ച് വരച്ചാലോ എന്ന് അവർ ദിവ്യയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എൻ്റെ ഹസ്ബൻഡ് വരാൻ സമയമായി. നിങ്ങളിവിടെ വന്നു. ഈ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞാൽ എൻ്റെ ജീവിതം തകരും. വിവാഹത്തിന് മുമ്പ് അവൾ ഒളിച്ചോടിയതും മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് അവളുടെ ഹസ്ബൻഡ് അറിഞ്ഞാൽ അത് കുഴപ്പമാണെന്ന് ജയകൃഷ്ണന് അറിയാവുന്നതുകൊണ്ട് ജയകൃഷ്ണൻ അവളോട് പറഞ്ഞു, ശരി, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അന്ന് താങ്കൾ വാഷ്റൂമിൽ വെച്ച് ആ ഗുളിക കഴിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയ ഒരുപാട് സ്ത്രീകൾ ഇന്ന് ജീവനോടെ ഇല്ല. ഇപ്പോഴും അവൻ അവൻ്റെ ക്രൈം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാം. അതൊക്കെ കേട്ടപ്പോൾ അവൾ അവരോട് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പൂർണ്ണമായി പറ്റില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന്. രേഖാചിത്രം വരയ്ക്കാൻ അവൾ സമ്മതിച്ചു. പിന്നീട് ജയകൃഷ്ണനും ആനന്ദും തമിഴ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയുന്നു, അവൻ അത്ര വലിയ ബുദ്ധിമാനൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട വിവരം അവൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ഇവളെ കൊന്നേനെ. എന്നാൽ ജയകൃഷ്ണൻ അതിനൊന്നും സാധ്യതയില്ലെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ജയകൃഷ്ണന് പെട്ടെന്ന് ദിവ്യയുടെ കോള് വരികയാണ്. നിങ്ങൾ തലേന്ന് വന്ന കാര്യം എങ്ങനെയോ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ രേഖാചിത്രമൊന്നും വരച്ചാൻ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാര്യം മറ്റൊന്നായിരുന്നു. ഈ വിവരം അറിഞ്ഞ സ്റ്റാൻലി അവളെ തേടി അവിടെ വന്നു. ശേഷം അവളെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് പോലീസുകാരോട് അവൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇനി അവൻ്റെ രേഖാചിത്രം വരയ്ക്കാൻ ആരെയെങ്കിലും കണ്ടെത്തണം എന്ന് പോലീസുകാർ വിചാരിക്കുകയാണ്. അവൾ പറഞ്ഞത് പ്രകാരം അവർ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ആ ബസ്സിലെ ജീവനക്കാർക്ക് ഉറപ്പായിട്ടും അയാളെ അറിയാമായിരിക്കുമെന്ന് ജയകൃഷ്ണനും ആനന്ദും ഉറപ്പിക്കുകയാണ്. അങ്ങനെ അവരെക്കുറിച്ച് ആ ബസ് ജീവനക്കാരോട് പോയി ചോദിക്കുന്നു. അപ്പോൾ ആ ബസ്സിലെ ജീവനക്കാരൻ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ 5-6 മാസമായിട്ട് സ്ഥിരമായിട്ട് താങ്കളുടെ ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ അവളുടെ കൂടെ സ്ഥിരം ഒരു പുരുഷനും ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ബസ് ജീവനക്കാരൻ്റെ അടുത്തു നിന്നും രേഖാചിത്രം തയ്യാറാക്കാമെന്ന് ജയകൃഷ്ണൻ കരുതി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്റ്റാൻലി ജയകൃഷ്ണനെ ഫോൺ വിളിക്കുന്നത്. ദിവ്യയുടെ കേസിനെ പറ്റി ജയകൃഷ്ണൻ സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻലി ദിവ്യയുടെ വീട്ടിൽ പോയി അവളെ ഭീഷണിപ്പെടുത്തിയത്. ഇവിടെ കേസിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുകയാണ് ജയകൃഷ്ണനോട്, ഇനി അത് നടക്കില്ല, നമുക്കിനി അവളുടെ സഹായം വേണ്ട, നമുക്ക് ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരൻ്റെ സഹായം തേടാം എന്ന് പറയുന്നു. ദിവ്യയുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷനെ അവൾ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ബസ്സിലെ കണ്ടക്ടർക്കറിയാം. അയാൾ രേഖാചിത്രം തയ്യാറാക്കാൻ സഹായിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് സ്റ്റാൻലിയോട് പറയുകയാണ്. ഇത് കേട്ടതും സ്റ്റാൻലി വല്ലാതെ ഭയപ്പെടുന്നു. അതേതാ സ്ഥലം, അവിടേക്ക് ഞാനും വരാമെന്ന് വെപ്രാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ സ്റ്റാൻലി എത്തുന്നതിന് മുമ്പ് തന്നെ ജയകൃഷ്ണനും കൂട്ടരും ഈ സ്ഥലത്തെത്തുകയാണ്. എന്നിട്ട് സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ആ കണ്ടക്ടർ പറഞ്ഞ രൂപം വരച്ചു. ഈ സമയത്ത് സ്റ്റാൻലി അവിടേക്ക് എത്തുന്നത് ആ കണ്ടക്ടറെ കൊല്ലാനായിട്ട് ആണ്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളും എടുത്തിട്ടാണ് അവിടേക്ക് പുറപ്പെട്ടത്. പക്ഷേ അയാൾ എത്തിയപ്പോഴേക്കും വരച്ച രേഖാചിത്രവുമായി നിൽക്കുന്ന ആളെയാണ് സ്റ്റാൻലി കാണുന്നത്. ആ ചിത്രം സ്റ്റാൻലി എത്തിയപ്പോഴേക്കും വരച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ജയകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും സ്റ്റാൻലി ആ ചിത്രം വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് അയാൾക്ക് ആശ്വാസമായത്. തൻ്റെ ഫേസ് ആയിരുന്നില്ല, വേറെ ആരുടെയോ ഫേസാണ് ആ കണ്ടക്ടർ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അവർ ഇതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കണ്ടക്ടർ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്.
നിങ്ങൾ ട്രാഫിക് പോലീസിൽ ആയിരുന്നോ എന്ന് സ്റ്റാൻലിയോട് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഏയ് അവിടൊന്നുമല്ല, എൻ്റെ വീട് ആറുകാണിയിലാണ്, എന്നാൽ അവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിരിക്കാം. ടെൻഷനോട് കൂടിയാണ് സ്റ്റാൻലി അവിടെ ഇരുന്നത്. ജയകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ രേഖാചിത്രത്തിലുള്ള ആളും ആ മണിയും ചേർന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവനെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് എല്ലാം ആ മണിയുടെ തലയിൽ വെച്ചതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ കണ്ടെത്തണം. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അങ്ങനെ അവനെ പൊക്കിയാലും നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം വീക്കല്ലേ, ഒരു വിറ്റ്നസ് കൂടിയില്ല. അതും ശരിയാണെന്ന് ജയകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. അപ്പം മുന്നിലിരിക്കുന്ന എല്ലാവരെയും താൻ പറ്റിച്ചു എന്ന ഭാവത്തിൽ ആണ് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാവം. കുറ്റവാളി എന്ന് സംശയിക്കുന്ന ഇയാളുടെ രേഖാചിത്രം സ്റ്റാൻലി തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും ഫാക്സ് ആയിട്ട് അയക്കുകയാണ്. താൻ പിടിക്കപ്പെടില്ല എന്ന സന്തോഷത്തിൽ ഷൈനിയുടെ പിറകെ തന്നെ അയാൾ വീണ്ടും കൂടുകയാണ്. എന്നിട്ട് ഷൈനിയോട് അയാൾ പറയുകയാണ്, ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, വരാതിരിക്കരുത്, ഉറപ്പായും വരുമെന്ന് ഷൈനിയും പറഞ്ഞു. ഇപ്രാവശ്യം ഷൈനിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂടിയ അളവിലാണ് പോയിസൺ അയാൾ കൂട്ടിവെച്ചിരുന്നത്. കൊല ചെയ്ത ശേഷം ആ ബോഡി കൊണ്ട് കുഴിച്ചിടാനുള്ള എല്ലാ സാധനങ്ങളും തൻ്റെ കാറിൽ അയാൾ കരുതി വെച്ചിരുന്നു. കാരണം പോലീസുകാർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ ബോഡി കിട്ടിയത് കൊണ്ടാണല്ലോ അവർ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ഇനി ബോഡി കിട്ടാൻ പാടില്ല, അതായിരുന്നു സ്റ്റാൻലിയുടെ ലക്ഷ്യം. ഇതേ സമയം ജയകൃഷ്ണൻ ആരുടെയോ വീട് തേടി പോകുന്ന സീനാണ് കാണിക്കുന്നത്. ഈ സമയം സ്റ്റാൻലി ആകട്ടെ ഷൈനിയെയും കൊണ്ട് ഒരു ലോഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് റൂം ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ സ്റ്റാൻലി അങ്ങനെ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ID വേണമെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ഇന്നലെ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അപ്പോൾ പറയാണ്, ഇവിടെ നിന്ന പയ്യൻ ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ആ പയ്യനെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്തായാലും ID വേണമെന്ന്. അപ്പോൾ അമീർ എന്ന പേരിലാണ് സ്റ്റാൻലി അവിടെ വന്നത്. കയ്യിൽ കരുതിയിരുന്ന ഫേക്ക് ID അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ റൂമിലേക്ക് പോയി. ആ സമയം ജയകൃഷ്ണന് എവിടുന്നോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ സ്റ്റാൻലി ഷൈനിയുമായിട്ട് സംസാരിച്ച കാര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ സമയം ജയകൃഷ്ണന് നേരെ ചെല്ലുന്നത് ദിവ്യയുടെ വീട്ടിലേക്കാണ്. അധിക സമയമെടുക്കില്ല, ഒരു കാര്യം ചോദിച്ചറിഞ്ഞാൽ മതിയെന്ന് ജയകൃഷ്ണൻ ദിവ്യയോട് പറഞ്ഞു. മറ്റൊന്നുമായിരുന്നില്ല, ഈ രേഖാചിത്രം കാണിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു ദിവ്യയുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഇയാൾ തന്നെയാണെന്ന് ദിവ്യ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന സീന് ആ റിസപ്ഷനിലുള്ള ആളിനെയാണ്. അയാൾ നേരെ സ്റ്റാൻലിയുടെ വാതിലിന് വന്ന് മുട്ടുകയാണ്. അയാൾ വാതിൽ തുറക്കുമ്പോൾ ആ റിസപ്ഷനിസ്റ്റ് സ്റ്റാൻലിയോട് പറഞ്ഞു, കുറച്ചു മുമ്പ് നിങ്ങൾ ID തന്നപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ ഞാൻ പോലീസ് യൂണിഫോമിലുള്ള ഫോട്ടോ കണ്ടിരുന്നു. നിങ്ങൾ പോലീസിലാണല്ലേ ജോലി ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? തമിഴ്നാട്ടിൽ എൻ്റെ മകൾ ഇതുപോലെ മിസ്സിംഗ് ആയി, അവളെ കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കണമെന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് ഒരു ഫോട്ടോയും കൊടുക്കുന്നുണ്ട്. റൂമിൽ ചെന്ന് സ്റ്റാൻലി ആ ഫോട്ടോ കണ്ടപ്പോൾ ആകെ ഞെട്ടുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അയാൾ ഷൈനിയോട് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് വരാമെന്ന് പറയുകയാണ്. അതേസമയം കുറ്റവാളിയെ കണ്ടെത്തിയെന്ന് ജയകൃഷ്ണനെ ആരോ ഒരാൾ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ്. പുറത്തിറങ്ങിയ സ്റ്റാൻലി റിസപ്ഷനിൽ ആരെയും കണ്ടില്ല. നേരെ നോക്കിയപ്പോൾ ജയകൃഷ്ണൻ അവിടേക്ക് വരുന്നു. ഇതെന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അതൊരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കേസിന് അന്വേഷണത്തിന് വേണ്ടി വന്നതാണ്. CI റൂമിലിരിപ്പുണ്ട്. സാർ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ജയകൃഷ്ണൻ പറയുന്നുണ്ട്, നമ്മുടെ കുറ്റവാളിയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. നാളെ ഉച്ച കഴിയുമ്പോൾ സ്റ്റാൻലി ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. നമുക്കൊരുമിച്ച് കേസിൻ്റെ അന്വേഷണം നടത്താമെന്നാണ് പറയുന്നത്. എന്നാൽ ശരി, ഞാൻ റൂമിലേക്ക് പോവുകയാണ്. അവിടെ കേസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്നിരിപ്പുണ്ടെന്നും പറഞ്ഞ് സ്റ്റാൻലി റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ ജയകൃഷ്ണൻ ചോദിക്കുകയാണ്, താങ്കളുടെ കയ്യിൽ ഈ പ്രതിയുടെ രേഖാചിത്രം വല്ലതും ഉണ്ടോ? അന്നേരം സ്റ്റാൻലി പറയുന്നു ഇല്ലെന്ന്. അപ്പോൾ ജയകൃഷ്ണൻ ഒരു കോപ്പി കൊടുക്കുകയാണ്, ഇതാ വെച്ചോ എന്ന്. എന്നാൽ ഇവനെ എവിടെയെങ്കിലും കണ്ടാൽ വിവരം അറിയിക്കണമെന്നും ജയകൃഷ്ണൻ സ്റ്റാൻലിയോട് പറയുന്നു. എന്നിട്ട് ആ കോപ്പി സ്റ്റാൻലിയുടെ കയ്യിൽ കൊടുത്തു. സ്റ്റാൻലി നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുകയാണ്. അങ്ങനെ അയാൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ
നമ്മുടെ ഇയാൾ ഈ പഴയ തമിഴ് പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ തമിഴ് പാട്ട് താഴെ നിന്നും പ്ലേ ചെയ്യുന്നത് കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു സംശയം സ്റ്റാൻലിക്ക് തോന്നി. താൻ പിടിക്കപ്പെട്ടോ എന്നൊക്കെ തോന്നി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന രേഖാചിത്രം തുറന്നു നോക്കുന്നു. അത് കണ്ടപ്പോൾ അയാൾ ഞെട്ടിത്തെറിച്ചു പോയി. തൻ്റെ തന്നെ ചിത്രമായിരുന്നു അത്. ഓൾറെഡി താൻ കുടുങ്ങി എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ജയകൃഷ്ണനും കൂട്ടർക്കും അന്ന് ആ രേഖാചിത്രം വരച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു സ്റ്റാൻലി തന്നെയാണ് കൊലപാതകി എന്ന്. അവർ സകല തെളിവോടും കൂടി അവനെ പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഇപ്പോൾ കൊടുത്ത രേഖാചിത്രം വരച്ചിരിക്കുന്നത് സ്റ്റാൻലി എപ്പോഴും വരയ്ക്കുന്ന ആ ബുക്ക് പേപ്പറിൽ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ സ്റ്റാൻലിയുടെ ഒളിസങ്കേതവും ഈ ജയകൃഷ്ണനും കൂട്ടരും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ കണ്ടക്ടർ പറഞ്ഞതനുസരിച്ച് ആദ്യം വരച്ച ചിത്രം സ്റ്റാൻലിയുടെ തന്നെ ആയിരുന്നു. എന്നാൽ സ്റ്റാൻലി അവിടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ആ ചിത്രം മാറ്റിയതായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സകല തെളിവോടും കൂടി സ്റ്റാൻലിയെ പിടിക്കുന്നതിന് വേണ്ടി അവർ പിന്നീട് മുഴുവൻ വാച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ ജയകൃഷ്ണനും കൂട്ടരും ഇവിടെ എത്തുന്നത്. പെട്ടെന്ന് ജയകൃഷ്ണൻ ദിവ്യയുടെ അടുത്ത് പോയി ഈ രേഖാചിത്രം കാണിച്ച് കൺഫേം ചെയ്തതും ഇവൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിരുന്നു. അടുത്തത് കാണിക്കുന്നത് ജയകൃഷ്ണൻ വേഗം റൂമിൽ നിന്നും ഈ ഇറങ്ങി വരുന്ന സ്റ്റാൻലിയെ പിടിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ സ്റ്റാൻലി റൂമിൽ നിന്നും സയനൈഡ് കൂടിയ രീതിയിൽ എടുത്തുകൊണ്ട് വന്ന് പുറകിൽ കൂടി ജയകൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ ജയകൃഷ്ണനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാൻലി ജയകൃഷ്ണനെ അടിച്ച് താഴെ ഇടുകയാണ്. അങ്ങനെ താഴെ വീണ് കിടക്കുന്ന ജയകൃഷ്ണനെ വീണ്ടും വീണ്ടും അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ജയകൃഷ്ണൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റാൻലിയുടെ തലയുടെ പിന്നിലായിട്ട് അടിക്കുന്നു. ആ അടി കൊണ്ടു കഴിയുമ്പോൾ സ്റ്റാൻലി പിന്നെ എണീക്കുന്നില്ല. വീണ്ടും വീണ്ടും ജയകൃഷ്ണനും അവനെ അടിക്കുകയാണ്. അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവർ കാറിൽ കയറ്റി സ്റ്റാൻലിയെയും കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ച് ദൂരം അങ്ങ് കഴിയുമ്പോഴേക്കും ഈ കാറിൻ്റെ ഡോറ് ചെറുതായിട്ടൊന്ന് പൊങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥയുടെ എൻഡിങ്ങിൽ ഈ കില്ലർ മരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിവേ, അടുത്ത ഒരു സ്റ്റോറിയുമായിട്ട് വരുന്നത് വരെ നന്ദി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ടും ചെയ്യണം. അതുപോലെ അടുത്തത് ഏത് സിനിമയുടെ സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക.